ഏവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് മെഡിടോക്കിലെ ചർച്ചാ വിഷയം മാനസിക പ്രശ്നങ്ങളും മനഃശാസ്ത്ര ചികിത്സയും എന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും കേരള ഗവൺമെന്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അസോസിയേഷന്റെ പ്രസിഡന്റുമായ ഡോക്ടർ ജോസഫ് ഐസക് നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡോക്ടർ. ആദ്യം തന്നെ ഡോക്ടറിന് പുതുവത്സരാശംസകൾ നേരുകയാണ്. ഡോക്ടർ, നമ്മുടെ വിഷയം മാനസിക പ്രശ്നങ്ങളും മനഃശാസ്ത്ര ചികിത്സയും എന്നതാണല്ലോ. ഇപ്പം മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റാത്തൊരു കാര്യമാണ്, കാണാൻ പറ്റാത്തൊരു പ്രതിഭാസമാണ്. അപ്പം മനസ്സിന് രോഗം വരിക എന്ന് പറഞ്ഞാൽ എന്താണ് ഡോക്ടർ? മാനസിക രോഗം എന്ന് പറയുമ്പോൾ നാം സാധാരണ രീതിയിൽ കേൾക്കുന്ന രോഗങ്ങളുണ്ടല്ലോ, ലൈക്ക് ടൈഫോയിഡോ അല്ലെങ്കിൽ ന്യൂമോണിയയോ ഇതുപോലുള്ള രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തലമാണ് അതിനുള്ളത്. മാനസിക രോഗം എന്ന് പറയുമ്പോൾ മനസ്സ് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടാൻജിബിൾ ആയിട്ടുള്ള ഒരു വസ്തുവല്ല. ഒരാളുടെ വ്യക്തിത്വത്തിൽ വന്നുചേരുന്ന അല്ലെങ്കിൽ ഒരാളുടെ സ്വഭാവത്തിൽ വന്നുചേരുന്ന വ്യതിയാനങ്ങളെയാണ് നമ്മൾ പൊതുവെ, ആ വ്യതിയാനങ്ങൾ അവർക്കും മറ്റുള്ളവർക്കും ദോഷകരമാവുകയോ അബ്നോർമലായി മാറുകയോ ചെയ്യുന്ന സമയത്താണ് നമ്മളത് രോഗമായി വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ ഇതിനെപ്പറ്റി ധാരാളം വിവാദമുണ്ട്. ഈ വാക്ക് മെന്റൽ ഇൽനെസ്സിനെ കുറിച്ച് അമേരിക്കയിലെ ഒരു സൈക്യാട്രി പ്രൊഫസർ ഡോക്ടർ തോമസ് സാസ് തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ മിത്ത് ഓഫ് മെന്റൽ ഇൽനെസ്, മനോരോഗം എന്ന കടങ്കഥ എന്നാണ് അതിന്റെ തർജ്ജിമ. അപ്പം ഈ ബുക്കിനകത്ത് അദ്ദേഹം പറയുന്നത് മനോരോഗം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല, മനോരോഗം എന്ന് പറയുന്നത് ഒരു മിത്താണ്, മനോരോഗങ്ങളില്ല, മാനസികമായ ഡിസോർഡേഴ്സ് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ ഈ രണ്ട് വാക്ക് തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. മനോരോഗം എന്ന് പറയുന്നതും മെന്റൽ ഡിസോർഡർ എന്ന് പറയുന്നതും. അപ്പം ന്യൂമോണിയ എന്ന് പറഞ്ഞ ഒരു മനോരോഗമാണ്, അത് നമുക്കൊരു രക്തപരിശോധന കൊണ്ട് കണ്ടുപിടിക്കാവുന്നതാണ്. നേരെ മറിച്ച് മനോരോഗം എന്ന് പറഞ്ഞാൽ അതിനൊരു രക്തപരിശോധനയോ ഒരു എക്സ്റേ പരിശോധനയോ ബ്രെയിൻ സ്കാൻ പരിശോധനയോ ഒന്നുമില്ല. മറിച്ച് അവരുടെ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അവരുടെ മനസ്സിനകത്തുള്ള വിഷമങ്ങളെ, സ്ട്രെസ് ഫാക്ടേഴ്സ്, ഇവയെ നമ്മൾ കണ്ടെത്തി അവരുടെ വ്യക്തിത്വത്തിലും സ്വഭാവത്തിലും വരുത്തി തീർക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ പഠിച്ചാണ് നമ്മൾ അവരെ ചികിത്സിക്കുന്നത്. അപ്പം മനോരോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന വ്യക്തിത്വത്തിൽ വന്നുചേരുന്ന മാറ്റം, അവരുടെ സ്വഭാവത്തിൽ വന്നുചേരുന്ന മാറ്റം, അതുവഴി അവർക്ക് സ്വയമായി വിജയകരമായി ജീവിക്കുന്നതിനും മറ്റുള്ളവരുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നതിനും പൊരുത്തപ്പെട്ടു പോകുന്നതിനും ഒക്കെ തകരാറ് വരുത്തുന്ന ഒരു വൈകാരികമായ ഒരു സംഘർഷാവസ്ഥയാണ് നമ്മൾ ഈ മനോരോഗങ്ങൾ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവ ഒരു കാരണവശാലും നമുക്കൊരു മെഡിക്കൽ രോഗം അല്ലെങ്കിൽ ടൈഫോയിഡ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടൈഫോയിഡ് പോലുള്ള രോഗം പോലോ ക്യാൻസർ പോലുള്ള രോഗം പോലോ അതിനെ നോക്കിക്കാണാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പൊ ഒരു മനുഷ്യൻ പല സാഹചര്യങ്ങളിലും പല രീതികളിലായിരിക്കും പെരുമാറുന്നത്. ഇപ്പോൾ ദേഷ്യപ്പെടാം, സങ്കടപ്പെടാം, അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യം മൂത്ത് വയലന്റ് ആയിട്ട് വരെ പെരുമാറാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരം ഒരാൾക്ക് മനോരോഗമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? മനോരോഗം എങ്ങനെയാണ്, നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? അതായത് ഈ മനോരോഗമുള്ള ആളുകൾ കാണിക്കുന്ന വ്യക്തിത്വ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയിൽ കാണിക്കുന്ന ട്രെയ്റ്റ്സ് ഒക്കെ തന്നെ അവരുടെ വ്യതിയാനങ്ങളുടെ ഈ ഭാവങ്ങൾ അല്ലെങ്കിൽ ആ സിംറ്റംസ് ഒക്കെ തന്നെ സാധാരണ മനുഷ്യരിലും ഉണ്ട്. പക്ഷെ ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടും അളവിലും അവരുടെ പെരുമാറ്റത്തിന്റെ ക്വാളിറ്റിയിലും വ്യത്യാസം വരും. വന്നിട്ട് അവർക്കത് സ്വയം അങ്ങോട്ട് ജീവിക്കാൻ വയ്യാത്ത രീതിയിലുള്ള അന്തസംഘർഷങ്ങളായിട്ട് മാറുന്നു. ഇപ്പോൾ ഒരാൾക്ക് അപകർഷതാബോധം വരുന്നു. പക്ഷെ അപകർഷതാബോധം എല്ലാ മനുഷ്യർക്കും മറ്റുള്ളവരുമായി തെറ്റായി താരതമ്യം ചെയ്യുമ്പോൾ എല്ലാ മനുഷ്യരിലും കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ ആ അപകർഷതാബോധം അങ്ങോട്ട് മാറിയിട്ട് ആളുകളെ ഫേസ് ചെയ്യാൻ വയ്യ, അവരുടെ മുഖത്ത് നോക്കാൻ വയ്യ, അല്ലെങ്കിൽ നിത്യജീവിതത്തിലുള്ള ജോലികൾ ചെയ്യാൻ വയ്യ. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ അതിനെ നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അപ്പോൾ അങ്ങനെ ഒരു തകരാറ് വരികയും അങ്ങനെ ഒരു ആന്തരിക ലോകത്ത് ചിന്ത വരികയും പെരുമാറ്റത്തിലേക്ക് അത് മാറുകയും മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വളരെ വിപുലമായ രീതിയിലുള്ള ഒരു വ്യക്തിത്വ വൈകല്യം വരുമ്പോഴാണ് നമ്മൾ മനോരോഗം എന്ന് വിളിക്കുന്നത്. എന്നാൽ ചെറിയ ചെറിയ മാനസിക പ്രശ്നങ്ങൾ ലൈക്ക് ന്യൂറോസിസ് എന്നും സൈക്കോസിസ് എന്നും അതിന് സാങ്കേതികമായിട്ട് നമ്മൾ മനോരോഗ വിദഗ്ധന്മാർ പറയും. ഡോക്ടർ, നമുക്ക് അതിലേക്ക് വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, മെഡിടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? പാലക്കാട് നിന്നാണ്, ആലത്തൂരിന്ന്. പേര് പറയോ മാം? പ്രീത. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ സംസാരിക്കാം. ഡോക്ടർ പറഞ്ഞോളൂ. പിന്നെ എന്റെ അമ്മായിമ്മയ്ക്കാണ് അസുഖം. പിന്നെ അവർക്ക് ഒരാഴ്ചയായിട്ട് ദൈവത്തിനോടുള്ള വിശ്വാസം കൂടുതലാണ്. ദൈവത്തിനോടുള്ള വിശ്വാസം, ഒരുപാട് ഭക്തി കൂടിയിട്ട് ഇപ്പൊ ഒരു 2 ആഴ്ചയായിട്ട് ഭയങ്കര, അവിടെ എവിടെയെങ്കിലും ഒക്കെ തീ കത്തുന്ന കണ്ട അത് ജ്യോതിയാണ്, അയ്യപ്പന്റെ ഇതാണ് ഭയങ്കര ഇതായിട്ട്. അത് 2 ആഴ്ചയായിട്ടുള്ള മാറ്റമാണോ അതോ നേരത്തെ അവർക്ക് ഇതുപോലെ ഉണ്ടോ? ദൈവത്തിനോട് കൽപ്പൂരത്തിന്റെ ഇതൊക്കെ എടുത്ത് ബ്ലൗസിന്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് നടക്കാണ്.
അപ്പൊ ഈ അടുത്ത സമയത്തുണ്ടായ മാറ്റമാണ് അല്ലേ? കുറച്ചുണ്ടായിരുന്നു. ഇപ്പൊ 2 ആഴ്ചയായിട്ട് കൂടുതലായിട്ട് മാനസികമായിട്ട് അങ്ങ് ഉറക്കമില്ല. ആ, വേറെന്തൊക്കെയാ വ്യത്യാസം? ഉറക്കമില്ല, പിന്നെ അമിതമായ വിശ്വാസം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഉം. പിന്നെ വായിൽ തോന്നിയ വാസങ്ങളൊക്കെ പറയുക. ആ, അപ്പൊ അതൊരു ഒരു 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 തോന്നിയ വാസങ്ങളൊക്കെ പറയുക. ഓക്കെ. വേറെ എന്തെങ്കിലും ഉറക്കം നഷ്ടപ്പെടുന്നു, രാത്രി റെസ്റ്റ്ലെസ് ആയിട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്യും? വഴക്ക് കൂടുക. ഓക്കെ. അപ്പൊ അതിനൊരു മനഃശാസ്ത്രജ്ഞന്റെ സഹായം ആവശ്യമുള്ള കേസാ. മനഃശാസ്ത്രജ്ഞന്റെ, കേട്ടോ, ഒരു മനഃശാസ്ത്രജ്ഞന്റെ സഹായം ആവശ്യമുള്ള കേസാണ്. അപ്പൊ മുമ്പുണ്ടായിരുന്നതിൽ നിന്നും ഒരു സ്വഭാവത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മനഃശാസ്ത്രജ്ഞനെ കൺസൾട്ട് ചെയ്യിപ്പിക്കേണ്ട കേസാണത്, കേട്ടോ. ഹലോ മാം. ഹലോ. TV ശ്രദ്ധിച്ച് സംസാരിക്കരുത്, ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കുക. ഹലോ മാം, മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ശരി, എന്താ സർ? അതെ അതെ, ഒരു മാനസികമായിട്ടുള്ള ഒരു അസുഖത്തിന്റെ തുടക്കമാകാൻ ആ സാധ്യത അതിനൊരു മനഃശാസ്ത്രജ്ഞനെ തന്നെ കാണിക്കണം, കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ് മാം. നമുക്ക് ചർച്ച തുടരാം ഡോക്ടർ. ഇപ്പം ഇപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ കോളർ ചോദിച്ച പോലെ ഇപ്പൊ ഒരു മനസ്സിന് രോഗം വരുമ്പം ഇപ്പം സൈക്കോളജിസ്റ്റിനെയാണോ അതോ ഒരു സൈക്യാട്രിസ്റ്റിനെയാണോ കാണിക്കേണ്ടത്? നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതായത് ബഹുഭൂരിപക്ഷം വരുന്ന മാനസികമായ പ്രശ്നങ്ങളും മനോരോഗങ്ങളും ഒരു സൈക്കോളജിസ്റ്റിന്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്, അതായത് മനഃശാസ്ത്ര ചികിത്സയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നവരെയാണ് നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന കേസുകളിലും ഈ രോഗി എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ പ്രശ്നമുള്ള വ്യക്തിക്ക് ഡോക്ടറുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്ന ടെക്നിക്സ് ഒക്കെ ചെയ്യാനും കോപ്പറേറ്റ് ചെയ്യാനും ആവുന്ന ഒരു അവസ്ഥയിലായിരിക്കും. പക്ഷെ അവർക്ക് അതെങ്ങനെ പരിഹരിക്കണമെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനത്തെ അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അങ്ങനെയുള്ള കേസുകൾ സക്സസ്ഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. നേരെ മറിച്ച് ഒരു മനഃശാസ്ത്ര ചികിത്സയ്ക്കോ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെതായ നമ്മുടെ പ്രതികരണങ്ങൾക്കോ ഒന്നും പ്രതികരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സമയത്ത് വളരെ എക്സൈറ്റഡ് ആയിട്ട് വയലൻ്റ് ആയിട്ട് ഉപദ്രവിക്കാൻ വരുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ മരുന്ന് തൽക്കാലത്തേക്ക് നൽകേണ്ടതായിട്ട് വരാം. അപ്പോൾ അങ്ങനെ തൽക്കാലത്തേക്ക് മരുന്ന് നൽകിയാലും അതൊരു ചികിത്സയാകുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ. അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റേ ആകുന്നുള്ളൂ. അപ്പോഴും അവരങ്ങനെ വയലൻ്റായി പെരുമാറുന്നത് എന്തിന്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മനഃശാസ്ത്ര വശം എന്നുള്ളത് പഠിക്കേണ്ടിയിരിക്കുന്നു. പഠിച്ചിട്ട് കാലക്രമേണ അവർ സഹകരിക്കുന്ന അവസ്ഥയാകുമ്പോഴത്തേക്ക് മരുന്ന് മാറ്റിക്കൊണ്ട് വരണമല്ലോ. അങ്ങനെ ഒരു ഡി അഡിക്ഷൻ പ്രൊസീജിയർ നമ്മൾ ചെയ്യണം. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മെഡി ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ജോസഫാണ്. ഓക്കെ, ഡോക്ടർ സംസാരിച്ചോളൂ സാർ. ജോസഫ്. ഡോക്ടർ സംസാരിച്ചോളൂ സാർ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ആള് 4.5 കൊല്ലമായിട്ട് ആന്റിഡപ്പ് ഗുളിക കഴിച്ചോണ്ടിരിക്കണ്ടേ? അത് എന്തിനുള്ളതാണെന്ന് ശരിക്കും അറിയില്ലല്ലോ. അല്ല, അത് ആന്റിഡപ്പ് മരുന്നിന്റെ പേര് പറയാമോ? ആന്റിഡപ്പ്. ആന്റിഡപ്പ് എന്നുള്ള അത് മാത്രമേ കഴിക്കുന്നുള്ളൂ? അതെ. അത് വിഷാദം ഉണ്ടെന്ന് കരുതപ്പെട്ടിട്ടായിരിക്കും ആ മരുന്ന് തന്നിരിക്കുന്നത്. ഇപ്പൊ 4 കൊല്ലമായിട്ട് ആള് ഡോക്ടർ ഇത് കഴിച്ചോണ്ടിരിക്കണ്ടേ? ആളെന്ന് പറഞ്ഞ ആരാണത്? ഭാര്യയാണോ? നമ്മുടെ ഫ്രണ്ടാണ്. അപ്പൊ ആ വ്യക്തിക്ക് എന്തുവാ പ്രശ്നം ശരിക്കും? ഇപ്പൊ പ്രശ്നം കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്, വേറെ ഡോക്ടറിൽ കാണണമെന്ന് അറിയാൻ വേണ്ടിട്ടാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്ത് പ്രശ്നങ്ങൾക്ക് ആ മരുന്ന് കൊടുത്തത്? അത് ആൾക്കാണ് ടെൻഷൻ, മൂഡ് ഓഫ് ഒക്കെ ആയിരുന്നില്ലേ? ഒരു ഉന്മേഷമില്ലായ്മ, മൂഡ് ഓഫ്, അതൊക്കെ അല്ലേ? അല്ല, അതിനിപ്പോ ആ മരുന്ന് ഇങ്ങനെ നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. അത് തൽക്കാലത്തേക്ക് ഡോക്ടർ തന്നതായിരിക്കും. അതിന് നല്ല ടെൻഷൻ കുറയ്ക്കാനുള്ള സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ റിലാക്സേഷൻ പോലുള്ള ടെക്നിക്സ് ഒക്കെ കൊടുത്താലേ ടെൻഷൻ കുറച്ചെടുക്കാൻ പറ്റും. റിലാക്സേഷന്, ബിഹേവിയർ തെറാപ്പി പോലുള്ള മനഃശാസ്ത്രപരമായ ചികിത്സാ ടെക്നിക്കുകൾ കൊടുത്താൽ പുള്ളിക്കാരന്റെ ബുദ്ധിമുട്ടുകളെ കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അല്ല, പക്ഷെ എന്നാലും ആ മരുന്ന് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നതോറും അത് നമ്മൾ അഡിക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ അത് നിർത്താൻ വയ്യാത്ത അവസ്ഥ വരും. കഴിക്കാനും വയ്യ, നിർത്താനും വയ്യാത്ത അവസ്ഥയിൽ അത് റിയാക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ മരുന്ന് അങ്ങനെ നിരന്തരമായി കഴിക്കുന്നത് ശാസ്ത്രീയമായി പറഞ്ഞാൽ അത് ഭൂഷണമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു മനഃശാസ്ത്രജ്ഞനെ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ആ മരുന്ന് മാറ്റുന്നതിന് വേണ്ട ഒരു റീഹാബിലിറ്റേഷനും മനഃശാസ്ത്ര ചികിത്സ എടുക്കുന്നത് നല്ലതാണ്, കേട്ടോ. പരിഹരിക്കാവുന്ന പ്രശ്നം അത്, ഗുളിക ഇല്ലാതെ പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. മെഡി ടോക്കിൽ ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക്.